ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷത്തെ +1 അക്കൗണ്ടൻസിയുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലത്തിൻ്റെയും ഒപ്പം തന്നെ തിയറി ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നമ്മൾ +1 അക്കൗണ്ടൻസിക്ക് വേണ്ടി ഈ വർഷത്തെ എക്സാമിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒന്നാമതായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അതിൽ ഉൾപ്പെടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉൾപ്പെടെയുള്ള നോട്ടുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിൽ പഠിക്കാം. ഇംഗ്ലീഷിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിലുള്ള നോട്ട് കൂടെ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ എന്താണ് അക്കൗണ്ടിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടും. ഒപ്പം തന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ 2-3 ഫീച്ചേഴ്സ് അതൊന്ന് പഠിച്ചു വയ്ക്കുക. മൂന്നാമത്തെ ക്ലാസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അത് മിക്കവാറും എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊണ്ട് ഉപയോഗമുള്ള ആളുകൾ എന്നുള്ളത്, ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സ് തുടങ്ങിയ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് നമ്മൾ ഇതിൽ നിന്ന് നാലാമത്തെ ക്ലാസ്സിൽ നിന്ന് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഒരു 4 എണ്ണമെങ്കിലും 4-5 പോയിൻറ്റ്സ് അതിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സും ഒപ്പം തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്ങിലെ ബേസിക് ടേംസ്, അതിൽ അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഡെപ്റ്റർ എന്താണ്, ക്രെഡിറ്റർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും കാര്യങ്ങളൊക്കെ എങ്കിലും ഒന്നും ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളൊന്നും ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം നമ്മൾ എക്സാം റിവിഷൻ പേപ്പറായിട്ട്, അതായത് മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ, കുറേ വർഷങ്ങൾ, ഒരു 5-6 വർഷങ്ങളിൽ ഈ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അതിൻ്റെ ആൻസർ എന്താണെന്ന് ഉൾപ്പെടെയുള്ളത് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. 13 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും മലയാളത്തിൽ ഉൾപ്പെടെയുള്ള നോട്ടുകൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നൽകിയ ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് പ്രിൻസിപ്പിൾസിലും പഠിച്ചു വയ്ക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാനുള്ള സാധ്യതയുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരികയാണെങ്കിൽ പ്രോബ്ലത്തിൻ്റെ റിസ്ക് ഒന്നുമില്ല, നമുക്ക് കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് പരമാവധി പഠിച്ചു വയ്ക്കുക. അതിനുശേഷം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത്, ഗ്യാപ്പ് സാധാരണ ചോദിക്കുന്നതാണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഗ്യാപ്പ് എന്ന് ചോദിക്കാം. അത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വയ്ക്കുക. പിന്നീട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ ഈ ഒരു ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറേ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോബ്ലമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ 2 ക്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത്. ഈ 2 ക്ലാസ്സുകൾ അക്കൗണ്ടിങ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് 2 ക്ലാസ്സുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബേസിക് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യേണ്ട റൂളുകൾ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ജേണൽ എൻട്രീസ്, ഒരു 4-5 ട്രാൻസാക്ഷൻ തന്നിട്ട് ജേണൽ എൻട്രി എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ജേണൽ എൻട്രീസ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. അക്കൗണ്ടിങ്ങിയുടെ ബേസിക് ആണ് അല്ലേ. ആ ജേണൽ എൻട്രി അറിഞ്ഞാലേ നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ് ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രിയുടെ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക, അത് കൃത്യമായിട്ട് നമ്മൾ കുറേ എക്സാമ്പിളുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്താണ്, കോൺട്രാ എൻട്രി എന്താണ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. തീരെയായിട്ട് ചോദിക്കുന്നതാണ്. കോമ്പൗണ്ട് എൻട്രി എന്താണ്, കോൺട്രാ എൻട്രി എന്താണ്, ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെയും ജേണൽ എൻട്രിയും ഒപ്പം തന്നെ എന്താണ് എന്നുള്ള തിയറിയും, അതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഈ ജേണൽ പഠിക്കുമ്പോൾ നിങ്ങൾ ജേണൽ എന്താണെന്ന് പഠിക്കണം. തിയറിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് വാട്ട് യു മീൻ ബൈ ജേണൽ എന്നുള്ളത് അല്ലേ. ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസങ്ങളും തിയറിയായിട്ട് ചോദിക്കുന്നുണ്ട്, അത് പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഇനി അടുത്തൊരു ക്ലാസ്സിൽ ജേണൽ എൻട്രീസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാസ്സാണ്. കൂടുതൽ ജേണൽ എൻട്രീസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ബാങ്കിങ് എൻട്രീസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജേണൽ എൻട്രീസിൻ്റെ മറ്റൊരു ക്ലാസ് കൂടെ നൽകിയിട്ടുണ്ട്. ബാങ്കിങ് എൻട്രീസ് ഉൾപ്പെടെയുള്ള ജേണൽ എൻട്രീസാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട 10 ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 ജേണൽ എൻട്രീസ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ക്ലാസ് കണ്ട് പഠിക്കുക. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മലയാളത്തിലുള്ള നോട്ട് ഉൾപ്പെടെ അതിൻ്റെ പ്രോബ്ലം നമ്മൾ ഈ ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മോഡൽ എക്സാമിനൊക്കെ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് GST എന്നുള്ള അതിൻ്റെ തിയറി ഭാഗവും ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക്,
പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലെഡ്ജർ അക്കൗണ്ട് പഠിക്കുമ്പോൾ എന്താണ് ലെഡ്ജറെന്നും ലെഡ്ജറും ജേണലും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് എന്നുള്ളത് എളുപ്പത്തിൽ ഈ ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിൻ്റെ റിവിഷൻ, അതായത് ഈ മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച എക്സാമിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നുണ്ട്. പാർട്ട് 1 ഉം 2 ഉണ്ട്. ഇതാണ് പാർട്ട് 2 അല്ലേ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്. ഈ പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും ഇൻഡിവിജ്വലായിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ കുറേ ട്രാൻസാക്ഷൻസ് റിട്ടേൺസ് ഉൾപ്പെടെ മിക്കവാറും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് പർച്ചേസ് ഡേ ബുക്കിൽ എഴുതേണ്ട ഒരു ട്രാൻസാക്ഷൻ തരും, സെയിൽസ് ഡേ ബുക്കിൽ എഴുതേണ്ട മറ്റൊരു ട്രാൻസാക്ഷൻ നൽകും, പർച്ചേസ് റിട്ടേൺ ബുക്കിൽ എഴുതേണ്ട വേറൊരു ട്രാൻസാക്ഷൻ നൽകും, ഈ ഡേ ബുക്കിലൊന്നും എഴുതേണ്ടാത്ത മറ്റൊരു ട്രാൻസാക്ഷൻ നൽകും. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയുന്നതിന് വേണ്ടി അല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് പറയും റെലവൻ്റ് ആയിട്ടുള്ള ഡേ ബുക്കുകളിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡേ ബുക്കുകളും എഴുതേണ്ടി വരും. അപ്പോൾ അതിൽ ഓരോ എൻട്രി 2 എൻട്രിയൊക്കെ ജസ്റ്റ് വരികയുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാ ഡേ ബുക്കുകളും ഒരൊറ്റ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ക്വസ്റ്റ്യൻസിൽ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. ഇനി പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സും അതിനുശേഷം തുടർന്ന് വരുന്നുണ്ട്. അതിനുശേഷം ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് നിങ്ങൾക്ക് എസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ചില സമയങ്ങളിൽ പെറ്റി കോളം ക്യാഷ് ബുക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. ഈ 3 കോളം ക്യാഷ് ബുക്ക് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഒപ്പം തന്നെ എങ്ങനെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ അറിയാത്തവർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ കൂടി പഠിക്കാവുന്നതാണ്. പെറ്റി ക്യാഷ് ബുക്ക്, ഞാൻ പറഞ്ഞു പെറ്റി ക്യാഷ് ബുക്ക് എസ് ഐ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഷോർട്ട് എസ് ഐ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാഷ് ബുക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ പെറ്റി ക്യാഷ് ബുക്കിൽ നിങ്ങൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണ് എന്നുള്ള തിയറി എപ്പോഴും ചോദിക്കുന്നതാണ്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണെന്നുള്ളത് വിശദീകരിക്കാൻ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ളത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമായിരുന്നു കോൺട്രാ എൻട്രീസ് എന്താണെന്നുള്ളത്. കോൺട്രാ എൻട്രി ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാങ്കിൻ്റെയും ക്യാഷും ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ കോൺട്രാ എൻട്രി എന്താണ്, എക്സാമ്പിൾ എന്താണ്. അതായത് ക്യാഷ് ഡിപ്പോസിറ്റ് ടു ബാങ്ക് ഒരു കോൺട്രാ എൻട്രിയാണ്. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അത് കോൺട്രാ എൻട്രിയാണ്. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നു. അപ്പോൾ ക്യാഷും ബാങ്കും ഡെബിറ്റും ക്രെഡിറ്റും വരുന്ന തരത്തിലുള്ള ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി അല്ലേ. അപ്പോൾ ആ ഒരു തിയറി പഠിച്ചു വയ്ക്കണം. അതിനൊപ്പം തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കോൺട്രാ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളത് അത് ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കണ്ട് തന്നെ പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് പറയുന്നത് നോക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ, അതായത് 4th ചാപ്റ്ററിലെ റിവിഷനാണ്. സെയിൽസ് ഡേ ബുക്കും പർച്ചേസ് ഡേ ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും എല്ലാം വരുന്ന, പെറ്റി ക്യാഷ് ബുക്കും എല്ലാം വരുന്ന അതിൻ്റെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ അത് നമുക്ക് 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ക്ലാസ്സുകൾ അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മുൻ വർഷങ്ങൾ ചോദ്യപേപ്പർ കണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ നമുക്ക് വരുന്ന എല്ലാ വർഷവും വരുന്ന ഒരു വർഷം പോലും സ്കിപ്പ് ചെയ്യാതെ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. ഇനി അത് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാതെ ചെയ്യാനുള്ള സൂത്രവിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു ക്ലാസ് കണ്ട് BRS പഠിച്ചു വയ്ക്കുക. മുൻ വർഷങ്ങളിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിവിഷൻ ക്ലാസ്സാണ്, അത് പഠിച്ചു വയ്ക്കുക. ഇനി ട്രയൽ ബാലൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, ട്രയൽ ബാലൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ തന്നെ നമ്മൾ BRS പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻ പറയാൻ വിട്ടുപോയി. BRS ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ബാങ്കിലെ പാസ്ബുക്കും ഒപ്പം തന്നെ ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്താണ്, അതാണ് മിക്കവാറും ചോദിക്കാറുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ. അതൊരു 4-5 കാരണങ്ങൾ, വ്യത്യാസങ്ങൾ. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണങ്ങളും അല്ലേ. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാവുന്നൊരു തിയറിയാണ്. അപ്പോൾ BRS എന്താണെന്നും അതിൻ്റെ കാരണങ്ങളും പഠിച്ചു വയ്ക്കുക. ഇനി ഒപ്പം തന്നെ ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. ട്രയൽ ബാലൻസ് തയ്യാറാക്കേണ്ട ആവശ്യകത എന്താണ്, ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്, നമ്മുടെ അരിത്തമാറ്റിക്കൽ ആക്യുറസി, നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ, നമ്മൾ റെക്കോർഡ് ചെയ്ത എൻട്രീസിൻ്റെയൊക്കെ അരിത്തമാറ്റിക്കലായിട്ടുള്ള ആക്യുറസി, ലെഡ്ജർ അക്കൗണ്ടിൻ്റെയൊക്കെ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്
ട്രയൽ ബാലൻസ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലേ, ആ ഒരു കാര്യം. അപ്പോൾ തന്നെ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു പർട്ടിക്കുലർ കോളവും 2 എമൗണ്ട് കോളങ്ങളോടു ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ച് നമ്മൾ അക്കൗണ്ടുകളുടെ ബാലൻസ് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണെന്നുള്ളത് ഈ 2 ക്ലാസ്സുകളിലൂടെ പറയുന്നുണ്ട്. ഇനി റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രീസ് ചോദിക്കാം, സാധാരണ ചോദിക്കാറുണ്ട് റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രീസ്. അത് ആദ്യത്തെ ക്ലാസ്സിൽ പാർട്ട് 1 സിമ്പിളായിട്ടുള്ള റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രീസും, രണ്ടാമത്തേൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രി എഴുതുക എന്നുള്ളത് ഈ 2ാമത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കുറച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലാണ് പറയുന്നത്. ട്രയൽ ബാലൻസും റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എല്ലാം കൂടി പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ് ഡിപ്രീസിയേഷൻ. പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ 3 ക്ലാസ്സുകളായിട്ട് ഡിപ്രീസിയേഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 ക്ലാസ്സുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പാർട്ട് 1 and 2 അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഡിപ്രീസിയേഷൻ എന്താണെന്നും ഡിപ്രീസിയേഷൻ്റെ നയിക്കുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും തിയറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രോബ്ലംസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ആ 2 മെത്തേഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഒപ്പം തന്നെ ഡിമിനിഷിംഗ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി 2 രീതിയിലും നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ പറയുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഡിപ്രീസിയേഷൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ എക്സാമിന് പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിവിഷൻ ക്ലാസ് ആയിട്ടാണ്. അതുകൂടാതെ നമ്മൾ ഹാഫ് ഇയർലി ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ്, ഇതുവരെയുള്ള ചാപ്റ്റേഴ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഹാഫ് ഇയർലി 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് എസ് എ ക്വസ്റ്റ്യനിൽ എല്ലാ വർഷവും എസ് എ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു ക്ലാസ്സാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൽ നമുക്ക് ഒരു ഏകദേശം 6-7 ക്ലാസ്സുകൾ ഇതിനു വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ, അതിനുശേഷം വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളും എന്താണെന്ന് വിശദമാക്കിക്കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. നോക്കുക, ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൽ മാനേജേഴ്സ് കമ്മീഷൻ, അത് നിങ്ങൾക്ക് പോകണമെന്നില്ല, അത് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഈ ഒരു ആദ്യത്തെ 5 ക്ലാസ്സുകളെങ്കിലും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉറപ്പായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരും. പിന്നീട് വരുന്നത് ഡിപ്രീസിയേഷൻ വരാറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റിൽ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട്. പിന്നെ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും, അതായത് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്നുള്ളത് പറയാൻ, അതാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, അഡീഷണൽ ബാഡ് ഡെപ്റ്റ്. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അത് ചോദിക്കാറുണ്ട്. പിന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഏതെങ്കിലും, അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് ചെയ്യുമ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ അത്തരത്തിലൊരു 5-6 അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത്രയാണ് റിപ്പീറ്റഡ് ചോദിക്കുന്നത്. അതിൽ കൂടുതൽ ഹയർ ലെവലിലേക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വരാറില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ എസ് എ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതിനുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ നോക്കുക. ഇനി ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും അതിൻ്റെ ജേണൽ എൻട്രിയും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കുക കേട്ടോ. അതുകൂടാതെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ ചോദിക്കാറുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ്, ഈ ഒരു ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിവിടെ ന്യൂ പ്രൊവിഷനും ഓൾഡ് പ്രൊവിഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോബ്ലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അണ്ടർ കാസ്റ്റിംഗ് ഓഫ് സ്റ്റോക്കൊക്കെ ഒരു ഹയർ ലെവലിലുള്ള പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസിയുടെ എക്സാമിനോട് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ സ്റ്റോക്ക് ബൈ ഫയറും മാനേജേഴ്സ് കമ്മീഷനൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ ചുരുക്കമാണ്, വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, മുൻവർഷങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് +1 അക്കൗണ്ടൻസിക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2021 മോഡൽ എക്സാം കംപ്ലീറ്റ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് സമയമെടുത്ത് ചെയ്തൊരു വീഡിയോ ക്ലാസ്സാണിത്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആ ഒരു പോർഷനാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുവിധപ്പെട്ട +1 അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ. ഇതൊക്കെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകളാണ്, 3 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാം. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനു മുമ്പുള്ള പരീക്ഷകൾ, അതായത്
പൊതുപരീക്ഷകളുടെ നമുക്ക് മാർച്ചിൽ എക്സാം നടന്ന AFSൻ്റെ ആൻസർ കീയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം 2023 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യപേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോഡൽ എക്സാം 2023 മോഡൽ എക്സാം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം കഴിയുമ്പോൾ 2024 മോഡൽ എക്സാം കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ +1 അക്കൗണ്ടൻസിയുടെ പബ്ലിക് എക്സാമിന് നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഏതെങ്കിലും ക്ലാസ്സുകളിൽ ലിങ്കോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്